മഴക്കാലം വന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പഞ്ചസാരപ്പഴമരം മൊത്തം പഞ്ചസാരപ്പഴങ്ങൾ നല്ല ചുവന്ന് തൊടുത്ത് കിടക്കുന്നു. ഞാൻ അതിൽ നിന്നും കുറേ പറിച്ചു. അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനൊരു പാത്രത്തിലിട്ട് അത് നല്ലപോലെ കഴുകി. നല്ല മധുരമുള്ള ഒരു കനിയാണിത്. നല്ലപോലെ പഴുത്തതിനേലും മധുരം കൂടുതൽ ഒരു പിങ്ക് കളറാവുന്നതിന്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇതും കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. ആർമേഘങ്ങൾ ഇരുണ്ടുകൂടി പെട്ടെന്ന് തന്നെ ഒരു പൊടിമഴ പെയ്തു. പൊടിമഴ മാറി നല്ല ശക്തമായ മഴ പെയ്തു. ആർമേഘങ്ങൾ ഒരുപാട് വന്ന് ഇരുണ്ടുകൂടി. ഒരുപാട് മീനുകളെ പിടിക്കാൻ വേണ്ടി ഞാൻ ചൂണ്ടയുമായി മെല്ലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കണ്ടത്തിൻ്റെ അരികത്തെത്തി. ചൂണ്ടയിടൽ തുടങ്ങി. നല്ല ക്ഷമയുള്ളൊരു പരിപാടിയാണ് ചൂണ്ടയിടലെന്ന് പറയുന്നത്. ചൂണ്ടയിട്ട് കുറച്ച് നേരം നിന്നാൽ മീനെ കിട്ടും. മീന് തോന്നണം ചൂണ്ടയിൽ കോർത്തിട്ട ഇര തിന്നെ. ചില സമയത്ത് ഭാഗ്യം പോലെ പെട്ടെന്ന് മീൻ കയറി ഇര കഴിക്കും. ചില സമയത്ത് ഒരു ദിവസം പോയി നിന്നാൽ പോലും ഒരു മീനെ പോലും കിട്ടില്ല. ഭാഗ്യം പോലെ ഇരിക്കും മീനെ കിട്ടലെല്ലാം. ഇങ്ങനെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല കനം തോന്നിയെന്തോ കയറി പിടിച്ചു. ഞാൻ പൊക്കിയപ്പോൾ കുളത്ത് നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് രണ്ടാമത് പോയി കുളത്ത് കെട്ടി വന്നു. എനിക്ക് ഇതേപോലെ ചൂണ്ട കുറേ നേരം ഇട്ട് കഴിയുമ്പോഴത്തേക്കും അരിശം വരും, മീനൊന്നും കിട്ടിയില്ലെങ്കിൽ. ഞാനപ്പോൾ ചൂണ്ടക്കണ വെച്ച് വെള്ളത്തിലിട്ട് അടിച്ച് പൊളിക്കും. നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്തായിരിക്കും മീൻ വന്ന് കയറുന്നത്. അത് കാരണം ചൂണ്ടയിടുമ്പോൾ എപ്പോഴും നല്ല ശ്രദ്ധ വേണം, അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ വീഴാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ ഒരു മീന് കിട്ടി. മനോഹരമായ നല്ല വലിയൊരു മീന്, നല്ലൊരു ചേറുമീൻ, നല്ലൊരു ബ്രാല്. അതിൻ്റെ വായിലായിരുന്നു കുളത്ത് വെട്ടിപ്പോയി. ഈ ബ്രാലിനെ കാണുമ്പോൾ വിചാരിക്കും ബ്രാല് പെട്ടെന്ന് പിടിക്കാൻ പറ്റുമെന്ന്. പക്ഷെ ഭയങ്കര പ്രയാസമാണ് ഇവനെ പിടിക്കാൻ. ഇവന് ഭയങ്കര വഴുവഴുപ്പാണ്. പിന്നെ ഇവൻ നല്ല വേഗതയിൽ ഇങ്ങനെ കുടഞ്ഞ് പോകാനുള്ളൊരു കഴിവുണ്ട് ഇതിന്. ഒരു കാരണവശാലും നമുക്ക് ബ്രാലിനെ കിട്ടിയ സ്ഥലത്ത് വെച്ച് കുളത്ത് ഊരാൻ പാടില്ല. അതെന്തായാലും കയ്യിൽ നിന്ന് മിസ്സാവും. ആ കുളത്തിൽ തന്നെ ഇട്ട് നമ്മൾ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് അതിനെ പിടിച്ച് നിർത്താൻ പറ്റുള്ളൂ. ടങ്കീസ് പൊട്ടി കുളത്തതിൻ്റെ വായിൽ തന്നെ ഇരിക്കണമായിരുന്നു എനിക്ക് കിട്ടിയ ബ്രാലിൻ്റെ. ഞാൻ ആ കുളത്തൂരാൻ കത്രിക മെല്ലെ അകത്തേക്ക് ഇട്ട് പയ്യെ അതിൽ ടൈറ്റ് ചെയ്ത് പിടിച്ച് പയ്യെ ഊരി. ഞാൻ കുളത്ത് കിട്ടി. വിട്ട് കഴിഞ്ഞപ്പോൾ അവനൊന്ന് എഴഞ്ഞ് മെല്ലെ പോയി. അങ്ങനെ രണ്ടാമത് ഒരു ചൂണ്ടക്കുളത്തെടുത്ത് ടങ്കീസ് കോർത്ത് നല്ല ടൈറ്റായി കെട്ടി ചൂണ്ട ശരിയാക്കി എടുത്തു. പനവടിയിലാണ് ഞാൻ ചൂണ്ടയിടണത്. ചൂണ്ടക്കുളത്ത് കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിലെ പൊന്നമ്മപ്പൂച്ച വന്ന് ശല്യപ്പെടുത്താനുണ്ടായിരുന്നു. അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാൻ പറഞ്ഞ് ചൂണ്ടക്കുളത്ത് നല്ല ശക്തമായി ചൂണ്ടയിൽ പിടിപ്പിച്ച് ഒന്ന് വലിച്ചു നോക്കി. നല്ല രീതിയിൽ തന്നെ ചൂണ്ടയിൽ കുളത്തിരിപ്പുണ്ട്. തീപ്പെട്ടി എടുത്ത് അതൊന്ന് ഉരുക്കി ഒന്നും കൂടി ബലപ്പെടുത്തി നല്ല മനോഹരമായൊരു ചൂണ്ടയാക്കി. പിന്നെയും ഞാൻ ചൂണ്ടയിടാൻ ഇറങ്ങി. പുതിയൊരു ചൂണ്ടക്കുളത്തും കെട്ടി ഞാൻ ചൂണ്ടയിടാനായിട്ട് കണ്ടത്തിൻ്റെ അരികത്തേക്ക് പോയി. ഇര കോർത്ത് കണ്ടത്തിലേക്ക് ചൂണ്ടയിട്ടു. ഇട്ടപ്പോൾ തന്നെ പൊങ്ങുമെല്ലെ താന്ന് പോകുന്നുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ വഴിക്ക് അങ്ങോട്ട് വിട്ടു പയ്യെ അതിലേക്ക് നോക്കിയിരുന്നു. പൊങ്ങ് താന്ന് കഴിഞ്ഞപ്പോൾ പയ്യെ വലിച്ചപ്പോൾ നല്ലൊരു വലിയ ബ്രാല് കിട്ടി. മനോഹരമായൊരു ബ്രാല്. വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ കയ്യിൽ നിന്നും ചാടിപ്പോയ ബ്രാലാണോ ഈ ബ്രാലെന്ന് എനിക്കൊരു സംശയം. ആ ബ്രാലാവാൻ ചാൻസ് ഇല്ല, എന്നാലും എനിക്കൊരു ബ്രാലെ കിട്ടി. നല്ല സൈസായൊരു ബ്രാലായിരുന്നു. ഈ ബ്രാലാണ് ഞാൻ പിടിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബ്രാല്. എൻ്റെ യൂട്യൂബിലുള്ള വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.